ഇന്ത്യക്കാർ തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർക്കിട്ട് പണി തരുന്നത്. അല്ല, ഇതൊരു പുതിയൊരു കാര്യമൊന്നുമല്ല. കാരണം വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർക്കിട്ട് പണി കൊടുക്കുന്നതാണ്. പിന്നെ ഇതൊരു ചെറിയ പൈസയുടെ ഡീലൊന്നും അല്ല. ഇത് മില്യൺസ് ആണ് ഇവന്മാരെ ആൾക്കാരെ നമ്മൾ ഇന്ത്യക്കാരെ പറ്റിച്ചുണ്ടാക്കുന്നത്. ഒരു ജോലി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാതെ അടുത്ത ജോലി, അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട് കടത്തുന്നുള്ള ഭീഷണി, അതുപോലെ തന്നെ സിക്ക് ലീവ് എടുക്കാൻ അനുവാദമില്ല, പിന്നെ COS തിരിച്ചും എടുക്കും എന്നുള്ള ഭീഷണി. ഇതെല്ലാം ഇവിടെ UK ലോട്ടസ് കെയർ എന്ന കെയർ ഹോമിൽ ജോലി ചെയ്യുന്ന കെയർ സ്റ്റാഫ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. ലോട്ടസ് കെയർ ഇതൊരു ഫാമിലി റൺ ബിസിനസ്സാണ്. നോർത്ത് വെസ്റ്റിലും നോർത്ത് ഈസ്റ്റ് ആൻഡ് മിഡ്ലാൻഡ്സിലും ഒക്കെ ആയിട്ട് ഇവർക്ക് കെയർ ഹോമും നേഴ്സിംഗ് ഹോമും ഒക്കെ ആയിട്ട് 17 എണ്ണമാണ് ഉള്ളത്. ജയദീപ് പട്ടേലാണ് ഈ ലോട്ടസ് കെയറിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ശ്യാം പ്രഭാകർ എന്ന് പറയുന്ന ആളാണ്. ഇവനൊരു ഏജൻ്റാണ്. ലോട്ടസ് കെയർ ഹോമിലെ ഒരു പ്രീവിയസ് എംപ്ലോയി പറഞ്ഞ് ഇദ്ദേഹം വഴി 2022-2023 വർഷത്തിൽ 100-ലധികം പേരെ ഓവർസീസിൽ നിന്നും കൊണ്ടുവന്നെന്നാണ്. ഒരാളുടെ അടുത്തു നിന്നും COS ഇഷ്യൂ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ജോലി കണ്ടുപിടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് 11,500 പൗണ്ട് മുതൽ 12,000 പൗണ്ട് വരെയാണ് വാങ്ങുന്നത്. നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കുക, എത്ര പൈസയാണ് ഇവന്മാർ മേടിക്കുന്നത്. അത് ഇവന്മാരൊക്കെ നാട്ടിൽ നിന്ന് ഉള്ളത് മുഴുവൻ വിറ്റ് പേർക്ക് UK സ്വപ്നം കണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്നാണ് ഇവന്മാർ പലതായിട്ട് 11,500 പൗണ്ട് 12,000 പൗണ്ട് ഒക്കെ ആയിട്ട് പിടിച്ചു പറിച്ച് മേടിക്കുന്നത്. ഇത്രയൊക്കെ കാശുണ്ടാക്കിയിട്ട് ഇവന്മാർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ കേട്ടില്ല. അതായത് ലോട്ടസ് കെയറിൽ വർക്ക് ചെയ്യുന്നവർ BBC ന്യൂസിനോട് പറഞ്ഞതാണ്. അതായത് ഡബിൾ ഷിഫ്റ്റ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമെന്നും അതുപോലെ തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സിക്ക് ലീവ് കൊടുക്കില്ലെന്നും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കുറച്ചാണ് കൊടുക്കുന്നതെന്നും പിന്നെ ഇതിനൊക്കെ എതിരായിട്ട് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചു വിടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഇവരെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്നത് മെൻ്റലി സ്ട്രെസ്ഫുൾ ആണെന്നൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത്. 2022 ലോട്ടസ് കെയർ ഗ്രൂപ്പിലുള്ള ലിവർപൂളിലുള്ള ക്രെസിംഗ്ടൺ കോർട്ട് എന്ന കെയർ ഹോമിലെ റെസിഡൻറ്റിനെ 4 ആഴ്ചയോളം കുളിപ്പിച്ചില്ലെന്നും വേറൊരു റെസിഡൻറ്റിൻ്റെ വെയിറ്റ് 6 മാസത്തിൽ 38 കിലോ കുറഞ്ഞതായിട്ടും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ലോട്ടസ് കെയറിൻ്റെ കീഴിലുള്ള പല കെയർ ഹോമുകളും അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളൊക്കെ CQC റിപ്പോർട്ടുകൾ പല വർഷങ്ങളായിട്ട് അടുപ്പിച്ച് 6 തവണയൊക്കെയാണ് CQC റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെയധികം മോശമാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, 284 പൗണ്ടാണ് ലീഗലായിട്ട് ഒരാളുടെ അടുത്ത് നിന്നും COSന് വേണ്ടി വാങ്ങാവൂ എന്നാണ് ഗവൺമെൻറ് ലോ പറയുന്നത്. ഇവന്മാരൊക്കെ സുഭിക്ഷമായിട്ട് മൂക്കുമുട്ട തിന്നാനായിട്ട് പട്ടിണി കിടക്കുന്നവരുടെ പൈസ മാത്രമേ കിട്ടിയുള്ളൂ. ദയവ് ചെയ്ത് വിസ കിട്ടും COS കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം, നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടും അറിഞ്ഞിട്ടും മാത്രമേ പൈസ കൊടുക്കാവൂ. COS എടുത്ത് നിങ്ങൾ UK വരാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അതുപോലെ തന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക പ്ലീസ്. താങ്ക് യു. ബൈ.